So we were discussing about gas turbines. കേൾക്കുന്നില്ലേ പറയുന്നത്? Am I audible? Yes, sir. Okay. So we went through the classifications of gas turbines, different criteria on which they can be classified, and within that, two major classifications. About that, we were having the discussions yesterday. എന്തൊക്കെയായിരുന്നു ആ ടു മേജർ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് പറയാൻ പറ്റുമോ? വിഷ്ണു ഇന്നലെ ആബ്സെന്റ് ആയിരുന്നു. അഖിൽ, can you tell me which were the two major classifications of gas turbines about which we were having the discussions? അഖിൽ ഇല്ലേ അവിടെ? അഖിൽ, ശ്രീരാഗിന് പറയാൻ പറ്റുമോ? ശ്രീരാഗില്ലേ? സാറേ ഉണ്ട്, ഇപ്പൊ ജോയിൻ ചെയ്തില്ലേ? ഓക്കെ, ശ്രീരാഗ്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ഗ്യാസ് ടർബൈൻസ് രണ്ട് മേജർ ക്ലാസിഫിക്കേഷൻസിനെ പറ്റിയാണ്. വാട്ട് വെർ ദോസ് ക്ലാസിഫിക്കേഷൻസ്? ക്ലോസ്ഡ് സൈക്കിളും ഓപ്പൺ സൈക്കിളും. വെരി ഗുഡ്, കറക്റ്റ് ആണ്. First we discussed about open cycle gas turbines and then we moved on to closed cycle gas turbines. രാഹുലിന് പറയാൻ പറ്റുമോ? What is the major difference between open cycle and closed cycle? രാഹുലില്ലേ? പോയോ? നിഷാഗിന് പറയാൻ പറ്റുമോ? ഓപ്പൺ സൈക്കിളിൽ ഡിഫറൻസ് എന്തായിരുന്നു? ഓപ്പൺ സൈക്കിളിൽ എക്സോസ്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് വെരി ഗുഡ്. ക്ലോസ് സൈക്കിളിലോ? കൂളിംഗ് ചേമ്പറിലേക്ക് പോയിട്ട് കൂളിംഗ് ചേമ്പറിലേക്ക്, എന്നിട്ട് അവിടുന്ന് എയർ ഇൻലെറ്റിലേക്ക് തിരിച്ചു വിടും. വെരി ഗുഡ്, കറക്റ്റ്. ഓക്കെ. സൗരാഗ് ഉണ്ടോ? സൗരാഗ് സൗരാഗില്ല. അനിരുദ്ധ് ഉണ്ടോ? അനിരുദ്ധ് ഒന്ന് മൈക്കോൺ ആക്കുവാ. അനിരുദ്ധിന് മൈക്കോൺ ആക്കാൻ പറ്റുമോ? അനിരുദ്ധ്, tell me what are the major parts within a gas turbine? ആരെങ്കിലും ആൻസർ ചെയ്തട്ടെ. ഏതൊക്കെയാണ് മേജർ പാർട്സ്? പറയാൻ പറ്റുമോ? കംപ്രസർ, കമ്പഷൻ ചേമ്പർ, ടർബൈൻ.
കംപ്രസർ കംപ്രഷൻ ചെയ്ത ടർബൈൻ. വെരി ഗുഡ്. അതിന്റെ വർക്കിംഗ് ഒന്ന് പറയോ? എയർ ഇൻടേക്ക് കംപ്രസറിലേക്ക് പോകും. അതിനുശേഷം കംപ്രഷൻ ചേമ്പറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കത്തും. എങ്ങനെയാണ് കത്തുന്നത്? ഫ്യൂവൽ സപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് കത്തും. ഓക്കെ. അതിനുശേഷം വെച്ചിട്ട് പറഞ്ഞോ. എക്സോസ്റ്റ് എയറിലേക്ക് പുറത്തേക്ക് പോകും. Okay, good. Now tell me, what are the major processes happening within a gas turbine cycle? എന്തൊക്കെയായിരുന്നു പ്രോസസ്സസ്? കാർത്തിക് ഒന്ന് പറയാം. കാർത്തിക്, ഡിഫറെന്റ് പ്രോസസ്സസ് ഏതൊക്കെയായിരുന്നു? എത്ര പ്രോസസ്സ് നടക്കുന്നുണ്ട് ഒരു ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈനിൽ? എത്ര പ്രോസസ്സ് നടക്കുന്നുണ്ട്? അതിൻ്റെ ഉള്ളിൽ എയർ ഫ്ലോ ചെയ്തിട്ട് പറഞ്ഞോ. എയർ ഫ്ലോ ചെയ്തിട്ടൊരു വർക്കിംഗ് ഫ്ലൂയിഡിന്റെ സൈക്കിൾ. അതെ, ഏതൊക്കെയാണ് പ്രോസസ്സസ്? Which are the processes through which the amount of inlet air goes through? നാല് പ്രോസസ് അല്ലേ നടക്കുന്നത്? PVTS ഡയഗ്രാം എല്ലാം മറന്നുപോയാ? ഒരു ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈനിൽ 4 പ്രോസസ്സല്ലേ നടക്കുന്നത്? എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പ്രോസസ് എന്താ? സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2ലേക്ക്. വാട്ട് വാസ് ദാറ്റ്? ഐസെൻട്രോപിക് കംപ്രഷൻ. പിന്നെയുള്ള കംപ്രസർ അല്ല, കംപ്രഷൻ. പ്രോസസ് ഈസ് കംപ്രഷൻ. പ്രോസസ് 2 to 3 എന്തായിരുന്നു? വാട്ട് വാസ് 2 to 3? Constant pressure heat addition. Very good. Constant pressure heat addition. Yes. Good. Then process 3 to 4. Very good. Isentropic expansion. Then process 4 to 1. Constant pressure heat rejection. Very good. Constant pressure heat rejection. Very good. ഇതാണ് 1 to 2, 2 to 3, 3 to 4 and 4 to 1. These are the 4 processes within a gas turbine. ഈ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ്റെ ഈ പ്രോസസ്സസ് കംപ്ലീറ്റ് ചെയ്യുന്ന വൺ സൈക്കിൾ or that particular thermodynamic cycle is known as what? Brayton cycle. ഈ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രൈറ്റൺ സൈക്കിൾ. ഇതേ ബ്രൈറ്റൺ സൈക്കിളിന്റെ വേറൊരു പേരാണ് ജൂൾ സൈക്കിൾ. ക്വസ്റ്റ്യൻസ് വരാം, നിർബന്ധമായിട്ടും വരും. ഓക്കെ, ഇത്രയും ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. നൗ along with this we arrived at formulation for efficiency. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ജനറലി എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഈറ്റ AS എന്നാണ് ഞാൻ എഴുതുന്നത്, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ ജനറൽ ഫോർമുലേഷൻ എന്തായിരുന്നു? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. Work done divided by heat supplied. Now, in terms of the temperatures that the gas or the fluid acquires while in process, ഈ പ്രോസസ്സിലൂടെയൊക്കെ പോകുമ്പോൾ ആ ഗ്യാസിനെ അക്വയർ ചെയ്യുന്ന ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ടെമ്പറേച്ചേഴ്സിൻ്റെ ടേമിലാണ് ഇഫ് യു ആർ റൈറ്റിംഗ് ദ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. വാട്ട് വിൽ ബി ദി ഇക്വേഷൻ? 1 - T4 - T1
divided by T3 minus T2. This was the equation for air standard efficiency based on the temperatures alone. അല്ലേ? പിന്നെ നമ്മൾ ഈ ഐസെൻട്രോപിക് പ്രോസസ്സ്, ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നലെ എടുത്ത ഐസെൻട്രോപിക് പ്രോസസ്സ്, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം സ്റ്റേറ്റ് ചെയ്തു. അത് ഫോർ എനി ഐസെൻട്രോപിക് പ്രോസസ് ഹാപ്പനിങ് ഫ്രം സ്റ്റേറ്റ് 1 to സ്റ്റേറ്റ് 2 നമ്മൾ ഫണ്ടമെന്റലി ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നത്? ടെമ്പറേച്ചർ റേഷ്യോ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ. എങ്ങനെയായിരുന്നത്? P2 by P1 whole raised to gamma minus 1 divided by gamma. ഈ എക്സ്പ്രഷൻ നമ്മൾ എവിടുന്ന് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഫ്രം ദ കൺസെപ്റ്റ് ഓഫ് ഐസെൻട്രോപിക് പ്രോസസ്. 1-ൽ നിന്ന് 2-ലേക്ക് ഒരു ഐസെൻട്രോപിക് പ്രോസസ് ഉണ്ടെങ്കിൽ അവിടെ എഴുതിയ ഇക്വേഷൻ ആണ് ഇത്. സെയിം ക്യാൻ ബി റിട്ടൺ ഫോർ ദി ഐസെൻട്രോപിക് പ്രോസസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഫ്രം 3 to 4. 3 to 4 എന്തായിരുന്നു പ്രോസസ്സ്? ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. ഇത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. ഇനി 3 to 4 ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. അവിടെയും നമുക്ക് എഴുതാം എന്തായിരുന്നു? T3 by T4 ഹയർ ടെമ്പറേച്ചർ ബൈ ലോവർ ടെമ്പറേച്ചർ ആണ് ആ എഴുതിയത്, is equal to P3 by P4 raised to gamma minus 1 by gamma. We utilized this relation also, and finally we ended up writing the equation for air standard efficiency again, but now in terms of pressure ratio. ഈ പ്രഷർ റേഷ്യോന്റെ അടുത്താണ് നമ്മളൊരു ടേം RP എന്ന് പറഞ്ഞൊരു ടേം ഡിവൈസ് ചെയ്തത് അല്ലേ? RP എന്തായിരുന്നു? ഇറ്റ് വാസ് P2 by P1. I hope you remember. RP was P2 by P1. So in terms of pressure ratio, we arrived at or devised or we have rewritten the equation for efficiency as 1 minus 1 divided by RP raised to gamma minus 1 by gamma. ഓർമ്മയുണ്ടോ? ഈ ഇക്വേഷൻ വരെയാണ് നമ്മൾ ഇന്നലെ എത്തിയത്. ഓർമ്മയുണ്ടോ ഇത്? ഓർമ്മയുണ്ടോ? I hope you are remembering. We have arrived at this particular equation. Now this particular equation was in terms of what? Pressure ratio. See, the term RP is the pressure ratio term, but we started the derivation using the efficiency relation with respect to temperatures. See, ഓർമ്മയുണ്ടോ നിങ്ങൾക്കിത്? ആരെങ്കിലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. എടാ ഓർമ്മയുണ്ടാ? ഹലോ. യെസ് സർ. എന്തുകൊണ്ട് ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽസിലൊക്കെ ടെമ്പറേച്ചേഴ്സ് തരാം, പ്രഷർ റേഷ്യോ തരാം, പ്രഷേഴ്സ് തരാം. ഏത് വാല്യൂസ് തന്നാലും യു ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ ദോസ് വാല്യൂസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ കറസ്പോണ്ടിങ് ഇക്വേഷൻ or corresponding relationship for efficiency. Fine. Now, as we have understood the relations for efficiencies in terms of pressure ratio as well as temperatures, another significant topic that we will have to discuss right after this one will be for obtaining the maximum output, work output. നമുക്ക് വർക്ക് ഔട്ട്പുട്ട് എവിടെയാണ് കിട്ടുന്നത്? ടർബൈനിലാണ് കിട്ടുന്നത് അല്ലേ? So for obtaining maximum work output, what should be the optimum pressure ratio? അതായത് സ്റ്റേറ്റ് 1, 2, 3, 4 ഒപ്റ്റിമം പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ P2 by P1 or it is same as P3 by P4. Just look at the go through the refer the PV and TS diagrams. PV diagrams എടുത്ത് നോക്ക്. പ്രഷേഴ്സ് P2 by P1 അല്ലേ? അല്ലെങ്കിൽ P3 by P4. നിങ്ങൾക്ക് ഈ ഡയഗ്രാംസ് ഓർമ്മയുണ്ടോ? PV ഡയഗ്രാം ഓർമ്മയുണ്ടോ? PV ഡയഗ്രത്തിൽ സെക്കൻഡ് സ്റ്റേജിലെയും തേർഡ് സ്റ്റേറ്റിലെയും പ്രഷർ സെയിം ആണ്. P2 equal to P3 ആണ്.
ഫസ്റ്റിലെയും ഫോർത്തിലെയും പ്രഷേഴ്സും സെയിം ആണ്. ദാറ്റ് മീൻസ് പ്രഷർ റേഷ്യോ എന്ന് പറയാൻ P2/P1, P3/P4 ആണ്. സോ either of these pressure ratios ഏതെടുത്താലും what should be that particular optimum pressure ratio value which will give us the maximum work output? അതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇത് ബേസ് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി ന്യൂമറിക്കൽ ഉണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് നോട്ട് ഡൗൺ, we are going to devise the relation for optimum pressure ratio for maximum work output. We already know the work supplied to the compressor, അല്ലെങ്കിൽ work which is being done on the amount of air which is sucked into the compressor. അത് അറിയാം, mcp delta t ആണ്. ഇവിടെ delta t എന്ന് പറഞ്ഞാൽ it will be T2 minus T1. You already know this one. Similarly, the output work that we obtain from the turbine or from the turbine shaft is again mcp delta t, but here delta t എന്ന് പറഞ്ഞാൽ it will be T3 minus T4. സോ കംപ്രസറിലേക്കാണ് ആദ്യം എയർ സക്ക് ചെയ്തെടുക്കുന്നത്. വി ആർ സപ്ലൈയിങ് വർക്ക് ഓർ വി ആർ ഡൂയിങ് വർക്ക് ഓൺ ടു ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എയർ and then we obtain the work output at the turbine shafts. So turbine shafts output കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ഹോട്ട് എയർ ഫ്രം ദ കമ്പഷൻ ചേമ്പർ വിത്ത് ഹൈ പ്രഷർ അതിലേക്ക് ഫോഴ്സ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അത് അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. ആ എക്സ്പാൻഷനിലാണ് ഈ ടർബൈൻ റോട്ടേഴ്സ് കറങ്ങിയിട്ട് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദ ടോട്ടൽ വർക്ക് ഔട്ട്പുട്ട് during the cycle, during the whole cycle, ഇതെന്തായിരിക്കും? This will be work obtained at the turbine minus work done on the amount of air in the compressor, Wt minus Wc. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. This is the total work output that we obtain during the whole cycle. In your equation we have to elaborate. So work output എന്ന് മാത്രം ഞാൻ എഴുതുന്നത് work output ആണ്, during the cycle ആണ്. And just write, ഇത് മനസ്സിലാക്കുക, ഞാൻ തലപരിമിതി കൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്, Wt minus Wc. അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ഔട്ട്പുട്ട് W നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് mcp, ടർബൈൻ ഔട്ട്പുട്ട് ആണ്. സോ T3 മൈനസ് T2 ആണ്, മൈനസ് ഓഫ് ഇതെന്താണ് അഗെയിൻ mcp. ഇവിടെ എന്തായിരുന്നു? T4 minus T1. We can take m into cp as common അല്ലേ? റിമൈനിങ് എന്ത് വരും? T3 മൈനസ് T2 മൈനസ് ഓഫ് T4 മൈനസ് T1 വരും. ഇനി T4ഉം T1ഉം സോറി T4 മൈനസ് T1 അല്ലേ, ഇവിടെ ഇത് T2 മൈനസ് T1 അല്ലേ? ഇതെന്താ നിങ്ങൾ ആരും കറക്റ്റ് ചെയ്യാത്ത തന്നെ? കംപ്രസർ വർക്ക് ഔട്ട്പുട്ട് T2 മൈനസ് T1 അല്ലേ വരിക? ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ അങ്ങനെയല്ലേ എഴുതിയത്? T2 മൈനസ് T1 എന്നല്ലേ എഴുതിയേ നേരത്തെ അല്ലേ? Sir. So T2 minus T1 ആണ്. So if you take mcp common, ഈ ടേം mcp ഇവിടെ കോമൺ ആയിട്ട് എടുത്താൽ റിമൈനിങ് എന്തായിരിക്കും? T3 മൈനസ് T2 മൈനസ് T2 മൈനസ് T1 വരും. എഴുതിയേക്കാം. So
So this will be mCp into T3 minus T2 minus T3 minus T2 അല്ല T4 അല്ലേ? അതാ ഞാൻ ആലോചിക്കുന്നത്, എഴുതിയാൽ എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. നിങ്ങളത് കറക്റ്റ് ചെയ്യാത്ത എന്താ? നിങ്ങളിങ്ങനെ ബ്ലാങ്ക് ആയിട്ടൊരു ക്ലാസ്സിൽ ഇരിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ പോലും നിങ്ങൾ അത് അതേപോലെ ഒഴുകിക്കൊണ്ട് പോവുകയുള്ളൂ. തൊട്ട് മുന്നത്തെ ഇക്വേഷനിൽ ഞാൻ രണ്ടും WT എന്താണെന്നും WC എന്താണെന്നും എഴുതിയതാണ്. ആ T4 എഴുതേണ്ട സ്ഥാനത്ത് ഞാൻ ഇപ്പോൾ T2 എഴുതി. നിങ്ങൾ ഒരാളും ഒരു അക്ഷരം അനങ്ങുന്നില്ല. എനിക്കറിയില്ല നിങ്ങൾ ക്ലാസ് റൂം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ എഴുതുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, നിങ്ങൾ വെറുതെ ലോഗിൻ ചെയ്ത് നോക്കുന്നതാണോ ഒന്നും എനിക്കറിയില്ല. കാരണം ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു ഓൺലൈൻ ക്ലാസ്സിൽ വാട്ട് ഐ ക്യാൻ ഡു ടു മൈ മാത്സ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യോ, നിങ്ങൾ തിരിച്ചൊന്ന് സംസാരിക്കോ, നിങ്ങൾ റിയാക്ട് ചെയ്യാത്തത്തോളം കാലം എനിക്കിത് മനസ്സിലാവില്ല. ഒരുപാട് കാലം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം ഇത്. ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. minus T2 minus T1. ഇതിൽ നിന്ന് what I'm going to do is, see, we have all the temperatures T1 to T4. എല്ലാ ടെമ്പറേച്ചർ റേഞ്ചിലുള്ള ടെമ്പറേച്ചേഴ്സ് ഇതിലുണ്ട്. പറഞ്ഞോട്ടെ. T1 T2 T3 T4 ഇതിൽ ഹയസ്റ്റ് ടെമ്പറേച്ചറും ലോവസ്റ്റ് ടെമ്പറേച്ചറും ഏതാന്ന് പറ. ആകാശ് പറ. ആകാശം മൈക്കോണാക്ക്. ഇതിലേതാ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞോട്ടെ. ഹയസ്റ്റ് ടെമ്പറേച്ചർ ഏതാണെന്ന് പറയേണ്ടിക്കും നീ എന്താണ് റെഫർ ചെയ്യേണ്ടത്? എന്താണ് റെഫർ ചെയ്യേണ്ടത്? ആകാശം പറ. കേൾക്കുന്നില്ല. നോക്കട്ടെ. T3 T4 T2 T1 ഈ 4 ടെമ്പറേച്ചർ ആണ് എഴുതിയത്. ഇതിൽ ഹയസ്റ്റ് ടെമ്പറേച്ചർ എങ്ങനെ പറയാൻ പറ്റുമോ? ഒരല്പം കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. TS ഡയഗ്രാം. TS ഡയഗ്രാം. വെരി ഗുഡ്, കറക്റ്റ് ആണ് പറഞ്ഞത്. അങ്ങനെയാണ് ശ്രീരാഗ് പറയാം. TS ഡയഗ്രാം നോക്കിയിട്ട് ഇതിൽ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഏതാ? Tell me which is the highest temperature. T3 അല്ലേ? Very good. T3. Which is the lowest temperature? T1. T1. Very good. Correct answer. So what I am going to do is, ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാൻ പോകുന്നു. ആ റീറൈറ്റിംഗിൽ ഐ എം ഗോയിങ് ടു മേക്ക് ഫ്യൂ അറേഞ്ച്മെന്റ്സ്. ഈ T3 minus T4 ഞാൻ T3 പുറത്തെടുക്കുന്നു. ഓക്കെ, ഐ എം ടേക്കിംഗ് T3 ഔട്ട് and remaining will be what? 1 minus T4 by T3 minus of. So T3 was my highest temperature. Now second combination is T2 minus T1. Adile what I am going to do is I am going to take T1 outside the bracket. T1 എന്ന് പറഞ്ഞാൽ lowest temperature ആണ്. So T1 ഞാൻ പുറത്തെടുക്കും. റിമൈനിങ് എന്തായിരിക്കും? T2 by T1 minus 1. ഈ പുറത്തെടുക്കുന്നത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ചത്. ഹയസ്റ്റ് ടെമ്പറേച്ചർ T3 ഹയസ്റ്റ് ടെമ്പറേച്ചർ, T1 ലോവസ്റ്റ് ടെമ്പറേച്ചർ. അത് ഓർത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചോദിച്ചത്. ക്ലിയർ? Yes sir. ഈ T3നെയും T1നെയും നമ്മൾ വിളിക്കും, ഒരു പേരുകൊണ്ട് നമ്മൾ വിളിക്കും. ദേ ആർ നോൺ ആസ് ദി ലിമിറ്റിംഗ് ടെമ്പറേച്ചേഴ്സ്. ഇതിനെ നമ്മൾ ലിമിറ്റിംഗ് ടെമ്പറേച്ചേഴ്സ് എന്ന് വിളിക്കും. One is the lowest one, the other is the highest one. I hope you are noting down. എന്തെങ്കിലും ഒരു കാര്യം നോട്ട് ചെയ്താൽ മാത്രമേ നാളെ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പേജ് മറച്ചു നോക്കിയിട്ട് പറയാനെങ്കിലും ഉണ്ടാവും. ശ്രീരാഗ് ഇന്നലത്തെ കാര്യമെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടോ? ശ്രീരാഗ് സർ.
അത് കറക്റ്റ്. അതുകൊണ്ടാണ് ശ്രീരാഗിന് അത് പറയാൻ പറ്റിയത്. ബാക്കിയുള്ളവർ വായി വിളിച്ചിരുന്നത് കൈമലൊന്നും ഉണ്ടാവില്ല. നോട്ട് എന്ന് പറയുമ്പോൾ ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നിങ്ങൾ കോളേജിൽ വന്നിട്ടാണ് എഴുതേണ്ടത്. നിങ്ങൾ ഈ ഓൺലൈൻ സീരീസ് എക്സാം എഴുതുന്ന പോലെയല്ല. അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നല്ലത്. So T1 and T3, they are known as the limiting temperatures. Okay. Hello. Sir. Okay. Fine. So they are the limiting temperatures. Now, relations that we have written in case of isentropic process. ഐസെൻട്രോപിക് പ്രോസസ്സിൽ നമ്മൾ നേരത്തെ റിക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. തൊട്ട് മുന്നേ ഞാൻ ഇന്നത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ പറയുകയും ചെയ്തിരുന്നു. അതായത് വി ഓൾറെഡി നോ T2/T1 ഈ റേഷ്യോ ആണ്. നമുക്ക് രണ്ട് റേഷ്യോ കിട്ടിയിട്ടുണ്ട്. T4/T3 കിട്ടിയിട്ടുണ്ട്, T2/T1 കിട്ടിയിട്ടുണ്ട്. ഈ T2/T1 നമുക്ക് ഇങ്ങനെ എഴുതാം, P2/P1 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1/ഗാമ എന്ന് എഴുതാം. P2/P1 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ പ്രഷർ റേഷ്യോ RP എന്ന് എഴുതുന്നു. സോ ദിസ് ഈസ് RP റേസ് ടു ഗാമ മൈനസ് 1/ഗാമ. എഴുതാലോ? എഴുതിക്കൂടെ? യെസ്. സോ ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതായത് ടെമ്പറേച്ചറിന്റെ ടേമിൽ നിന്ന് ഇതിന് ഐ ആം കൺവേർട്ടിംഗ് ദം ഓർ റീറൈറ്റ്. ഐ ആം ട്രൈങ് ടു റീറൈറ്റ് ദി ഇക്വേഷൻ ബേസ്ഡ് ഓൺ പ്രഷർ റേഷ്യോസ്. കാരണം നമ്മൾ ഒപ്റ്റിമം പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരേണ്ടത്. സിമിലർലി T3/T4 ഈ റേഷ്യോനെ എനിക്ക് മാറ്റിയെഴുതാം. എങ്ങനെ? P3/P4 റേസ് ടു, അതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ഈ ഗാമ മൈനസ് 1/ഗാമ എന്നുള്ള ടേമിനെ ഞാൻ Z ആയിട്ട് എടുക്കുന്നു. എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്. എല്ലാ സ്ഥലത്തും ഗാമ മൈനസ് 1/ഗാമ എന്ന് എഴുതാൻ കഴിയില്ല. അതുകൊണ്ടാണ് Z. ഐ ജസ്റ്റ് for the time being considering gamma minus 1/gamma the ratio as Z, term Z. So ഇത് T2/T1 എന്താവും? RP raised to Z ആയി മാറും. സിമിലർലി T3/T4 എഴുതാം, P3/P4 raised to gamma minus 1/gamma, അതായത് Z എന്ന് എഴുതാം. ഇനി ഈ P3/P4, if you refer your PV diagram, P3 is equal to P2, P4 is equal to P1. Again this is P2/P1 raised to Z ആണ്. P2/P1 എന്താ? RP ആണ്. So this is also RP raised to Z. So in turn what we have obtained here, നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? T3/T4 കിട്ടി, T2/T1 കിട്ടി. See, we have T4/T3 ഇവിടെ, T3/T4 ആയിട്ടുണ്ട്, ഇവിടെ T2/T1 ഉണ്ട്. രണ്ടുമില്ല, രണ്ട് റേഷ്യോസും നമുക്കുണ്ട്. സോ T3/T4 ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള T4/T3 ആണ് ആ റിലേഷൻ. സോ T4/T3 എന്ന് പറയുന്നത് എന്താണ്? 1/RP raised to Z എന്ന് എഴുതാം. ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, RP raised to minus Z എന്ന് എഴുതാം. So T4/T3 RP raised to minus Z, T2/T1 is equal to RP raised to Z കിട്ടി. മനസ്സിലാവുന്നില്ല എഴുതുന്നേ? Now let us rewrite this ബ്ലൂവിൽ എഴുതിയ ഇക്വേഷൻ നമുക്ക് റീറൈറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. T4/T3 ആ റെഡ് റൗണ്ടിൽ ഞാൻ ചെയ്തത്, അതിന് RP raised to minus Z കൊടുക്കാം. T2/T1 RP raised to Z കൊടുക്കാം. So if we rewrite this equation, ഈ ഇക്വേഷൻ എന്തായിരുന്നു? വർക്ക് ഔട്ട്പുട്ട് ആണ്. ടോട്ടൽ വർക്ക് ഔട്ട്പുട്ട്
ഈസ് ഒബ്റ്റൈൻഡ് ആസ് WT മൈനസ് WC എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഇക്വേഷനിൽ നമ്മൾ എത്തിയത്. സോ റീറൈറ്റിംഗ് ദിസ് ഇക്വേഷൻ, ഇതിനെ നമുക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാം ഇങ്ങനെ: MCP ബ്രാക്കറ്റിൽ T3 ഇൻറ്റു എന്ത് വരും, 1 മൈനസ് RP റേസ് ടു T4/T3 എന്ന് പറഞ്ഞാൽ മൈനസ് സെറ്റ് ആണ്. RP റേസ് ടു മൈനസ് സെറ്റ് മൈനസ് ഇവിടെ എന്താ T1 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും, RP റേസ് ടു Z മൈനസ് 1. ഇങ്ങനെ നമുക്ക് ഈക്വേഷനെ റീറൈറ്റ് ചെയ്യാം. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് W അല്ലെങ്കിൽ വർക്ക് ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റൈൻഡ് ആസ് ദിസ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിലാണ് കിട്ടുന്നത്. അപ്പോൾ ടൈമിങ് അത് അവിടെ നിന്ന് കിട്ടും. നമുക്കത് കണ്ടുപിടിക്കാം. നമുക്ക് മാക്സിമം വർക്ക് ഔട്ട്പുട്ട് കിട്ടണ്ടേ. ഏതൊരു ഇക്വേഷൻ നിങ്ങൾ പണ്ടേ പഠിക്കുന്നുണ്ടാവും. ഒരു ഇക്വേഷൻ കിട്ടി, മാക്സിമം വാല്യൂ എന്താണ്, മിനിമം വാല്യൂ എന്താണ്, നിങ്ങൾ പണ്ടേ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഏതൊരു ഇക്വേഷനും മാക്സിമത്തിലേക്കോ മിനിമത്തിലേക്കോ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ: we have to differentiate it. ഏത് മാത്തമാറ്റിക്സിലെ ഫിസിക്സിലെ ഏതൊരു റിലേഷൻ്റെയും മാക്സിമം മിനിമം വാല്യൂ, അത് ഈ ഫ്ലൂയിഡ് മെഷീനറിയിലെ വർക്ക് ഔട്ട്പുട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലെ ഏതൊരു റിലേഷൻ്റെയും മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യലാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സംതിങ് ആയിരിക്കണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? അബൌട്ട് വാട്ട് വി ഡിഫറൻഷിയേറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഡിഫറൻഷിയേറ്റ് ദ ഇക്വേഷൻ ആൻഡ് ഈക്വേറ്റ് ദാറ്റ് വൺ ഈക്വൽ ടു 0. If you have to find out the maximum or minimum for any values coming within a relation, W output is equal to നമുക്ക് ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം W ഔട്ട്പുട്ടിന്റെ റിലേഷൻ ആണ് അത്. മാക്സിമം W ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം, മിനിമം W ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ: differentiate that equation and equate that equal to 0. Now about what you will differentiate, അതാണ് ഇമ്പോർട്ടൻറ്റ്. about what നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒപ്റ്റിമം പ്രഷർ റേഷ്യോ ഫോർ മാക്സിമം ഔട്ട്പുട്ടാണ്. സോ നമ്മൾ മാക്സിമം വർക്ക് ഔട്ട്പുട്ട് കിട്ടാനുള്ള ഒപ്റ്റിമം പ്രഷർ റേഷ്യോയിലാണ് കൊണ്ടുപോകുന്നത്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ ബേസ്ഡ് ഓൺ പ്രഷർ റേഷ്യോ. നമ്മൾ ഒരുപാട് ഡെറിവേഷൻസ് പണ്ടേ ഫിസിക്സിലും മാത്സിലും പഠിക്കുന്നുണ്ട്, അല്ലേ? അതിലൊക്കെ നിങ്ങൾ ഈ മാക്സിമം മിനിമം കണ്ടുപിടിക്കേണ്ട പരിപാടി എന്താന്ന് പറഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ: ആ റിലേഷനെ യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പർട്ടിക്കുലർ ടേം അബൌട്ട് വിച്ച് യു ആർ ഫൈൻഡിങ് ഔട്ട് ദ മാക്സിമം ഓർ മിനിമം, and differentiate it and equate that one to 0. അത്രേ ചെയ്യണ്ടു. സോ ഇപ്പൊ കിട്ടിയ വർക്ക് ഔട്ട്പുട്ടിന്റെ റിലേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ് ദിസ് വൺ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. obtaining this is what we are going to do. Is it clear? d by drp equal to, അതായത് dw by drp equal to 0. ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ജസ്റ്റ് നോക്ക്, MCP എന്താണ്? അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ MCP കോൺസ്റ്റന്റ് ആണ്, അത് അതേപോലെ തന്നെ ഉണ്ടാവും. ഇനി ബ്രാക്കറ്റിൽ എന്തൊക്കെ വരും നോക്കിയാൽ, ഫസ്റ്റ് നോക്ക്, RP ആണ്. T3 ഒക്കെ കോൺസ്റ്റന്റ് ആണ്. T3 മൾട്ടിപ്ലൈഡ് ബൈ ബ്രാക്കറ്റിനുള്ളിൽ 1 ഉണ്ട്, അത് 0 ആവും, മൈനസ് RP റേസ് ടു മൈനസ് Z ആണ്. സോ അതിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ RP റേസ് ടു മൈനസ് Z, അതിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് ഓഫ്, അതായത് മൈനസ് Z മൾട്ടിപ്ലൈഡ് ബൈ RP റേസ് ടു മൈനസ് Z മൈനസ് 1 ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരിക, അല്ലേ? രണ്ടാമത്തെ ടേപ്പ് ഉണ്ട് മൈനസ്, ഈ സെക്കൻഡും ഇതിന്റെ ഡിഫറൻഷ്യൽ എങ്ങനെ നോക്കും? മൈനസ്
T1 അവിടെ ഉണ്ടാവും, കോൺസ്റ്റന്റ് ആണ്. പിന്നെ ബ്രാക്കറ്റിൽ എന്തുണ്ടാവും, ആർ പി റേസ് ടു സെഡ് ആണുള്ളത്. ആർ പി റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ഇൻറ്റു ആർ പി റേസ് ടു സെഡ് മൈനസ് 1 മൈനസ് ഓഫ് ഇവിടെ ഈ 1 ഉണ്ട്, ആ 1 എന്താവും 0 ആവും. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ക്ലിയർ ആണോ? ഈക്വേറ്റ് ദിസ് വൺ ഈക്വൽ ടു 0. ക്ലിയർ ആണോ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വന്നത് എങ്ങനെയാണെന്നുള്ളത്? ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നും ചെയ്തിട്ട് ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിൽ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫോർ ദിസ് ടു ബി 0, ഇത് 0, ഈ ഇക്വേഷൻ 0 ആവണമെങ്കിൽ ഒന്നിക്കിൽ എം സി പി എന്നുള്ള ടേം 0 ആയിരിക്കണം, അല്ലെങ്കിൽ റിമൈനിങ്. എം സി പി ഒരിക്കൽ 0 ആവില്ല, കാരണം എന്താ, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് ഇറ്റ് ക്യാൻ നെവർ ബി 0. ദാറ്റ് മീൻസ് ബാക്കി ഈ കേളി ബ്രാക്കറ്റിലുള്ള ഈ മൊത്തം ടേം, അതായത് ഈ മൊത്തം ടേം ആയിരിക്കണം 0 ആവേണ്ടത്, അല്ലേ? റിമൈനിങ് ടേം 0 ആവുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കുക, ഇതിനെ ഈക്വേറ്റ് 0 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? അതായത് T3 മൾട്ടിപ്ലൈഡ് ബൈ ഈ 0 മൈനസ് സെഡ് ഇൻറ്റു ആർ പി റേസ് ടു മൈനസ് സെഡ് മൈനസ് 1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ സെഡ് എന്നുള്ള ടേമിനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു. സോ സെഡ് ഇൻറ്റു T3 ഡിവൈഡഡ് ബൈ ആർ പി റേസ് ടു മൈനസ് സെഡ് മൈനസ് 1 ആണ്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ മൈനസ് സെഡ് മൈനസ് 1 മൈനസ് ഓഫ് സെഡ് പ്ലസ് 1 എന്ന് എനിക്ക് എഴുതാം, അല്ലേ? അതിന് ഞാൻ താഴെ കൊണ്ടുവരും. സോ ദാറ്റ് വിൽ ബി ആർ പി റേസ് ടു സെഡ് പ്ലസ് 1. ഈ ഫസ്റ്റ് ടേം, ഈ ടേമാണ് ഞാൻ അവിടെ എഴുതിയത്, ആർ പി റേസ് ടു സെഡ് പ്ലസ് 1. എന്നിട്ട് ഞാൻ ഈ സെക്കൻഡ് ടേം ഉണ്ടല്ലോ, ഈ സെക്കൻഡ് ടേം അതിന് ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്. ഇപ്പോൾ 0 അല്ലേ, സോ നെഗറ്റീവ് അപ്പുറം പോകും, പോസിറ്റീവ് ആവും. സോ അവിടെയും ഒരു സെഡ് ഉണ്ട്, ഈ സെഡ് T1 അപ്പുറം കൊണ്ടുപോകും, സെഡ് T1 മൾട്ടിപ്ലൈഡ് ബൈ റിമൈനിങ് എന്താ, ആർ പി റേസ് ടു സെഡ് മൈനസ് 1. ഈക്വേഷൻ നമുക്കിവിടെ കിട്ടി. ഇനി ഇത് നോക്ക്, സെഡും ക്യാൻസൽ ആവും. ഈ ആർ പിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും, T1 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയാകുമ്പോൾ എനിക്ക് റിമൈനിങ് എന്ത് കിട്ടും നോക്കിക്കോ, ജസ്റ്റ് ഒന്ന് ആലോചിക്കണേ. ഇവിടെ T3 ഡിവൈഡഡ് ബൈ T1 വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? ആർ പി റേസ് ടു സെഡ് മൈനസ് 1 ഓൾറെഡി ഉണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ ആർ പി റേസ് ടു സെഡ് പ്ലസ് 1. സെഡ് മൈനസ് 1 പ്ലസ് സെഡ് പ്ലസ് 1 എന്ന് എഴുതൽ എന്താവും? സെഡ് പ്ലസ് സെഡ് മാത്രം വരും. ദിസ് ഈസ് ഈക്വൽ ടു ആർ പി റേസ് ടു 2z. 22 അല്ലേ, അത് 2z ആണ്. സോ അങ്ങനെയാണെങ്കിൽ പ്രഷർ റേഷ്യോ ആർ പി ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? T3 by T1 whole raised to 1 by 2z. അത് 2z ആണ്, zz അല്ല. എഴുതിക്കൂടെ? ദിസ് ഈസ് ഈക്വൽ ടു T3 by T1 whole raised to 1 divided by 2z എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? 2 ഇൻറ്റു ഗാമ മൈനസ് 1 ബൈ ഗാമയാണ്, അല്ലേ? ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒരു റീഅറേഞ്ച്മെന്റ് നടത്താം. സോ ദിസ് ക്യാൻ ആർ പി ഇസ് ഈക്വൽ ടു T3 by T1 ഹോൾ റേസ് ടു, എങ്ങനെ എഴുതാം നമുക്ക്? ഈ ഗാമേനെ മേലെ കൊണ്ടുപോയി ഈ ഗാമേനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെയാകുമ്പോൾ ഗാമ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഗാമ മൈനസ് 1. This is the final equation. So for obtaining maximum work output കിട്ടാൻ the optimum pressure ratio എന്ന് പറഞ്ഞാൽ ഇതാണ്. This is the relation. Clear ആണോ ഇത്? Is it clear? Yes, sir. Okay.